ഹലോ സ്റ്റുഡൻസ്, ഇത് നമുക്ക് പുതിയ ഒരു ചാപ്റ്റർ നോക്കാം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? നമുക്ക് ആദ്യം നോക്കാം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് അതായത് നമുക്കറിയാം, ബിസിനസ്സിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്മാൻ സ്വയം ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്കാണ് ആൾ മെയിൻറ്റെയിൻ ചെയ്യണത്. അതിൽ ആളുടെ ക്യാഷ് വരുന്നതും പോണതും ആൾ എൻട്രി ചെയ്യും. അത് ഇനി ക്യാഷിൻ്റെ ബേസിലായെങ്കിൽ ക്യാഷിൽ കാണിക്കും, അല്ലെങ്കിൽ അത് ബാങ്കിൻ്റെ ത്രൂ അഥവാ ട്രാൻസാക്ഷൻസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് ക്യാഷിൻ്റെ ഇൻകം ആൻഡ് ഔട്ട് ഗോയിങ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്കും അവരുടെ അക്കൗണ്ട്സ് ഓഫ് ദെയർ കസ്റ്റമർ, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഓരോരോ കസ്റ്റമറിന് അവർക്ക് ഓരോരോ പാസ്ബുക്ക് ഉണ്ടായിരിക്കും. ആ പാസ്ബുക്കിലാണ് അവരുടെ ട്രാൻസാക്ഷൻസ് അവർ ഷോ ചെയ്യണത്. അപ്പോൾ ബാങ്കിൻ്റെ ക്യാഷ് ഡീലിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാസ്ബുക്കിലാണ്. വേറാസ് കസ്റ്റമേഴ്സ്, അതായത് ബിസിനസ്മാൻ, അവരുടെ ഡീലിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യാഷ് ബുക്കാണ്. ഓക്കെ, പാസ്ബുക്ക് നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്ബുക്ക് കിട്ടും, ചെക്ക് ബുക്ക് കിട്ടും, ഇപ്പോൾ ATM അങ്ങനെയൊക്കെ കുറേ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പാസ്ബുക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് കഴിയുമ്പോൾ ഈ പാസ്ബുക്ക് കൊണ്ട് ബാങ്കിലേക്ക് പോകുമ്പോൾ അവർ അവിടെ അതിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അതായത് അവരുടെ എന്താണ് എൻട്രി ഉള്ളത്, അവരെന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അതാണ് അവർ നമുക്ക് പാസ്ബുക്കിൽ എൻട്രി ചെയ്ത് തരുന്നത്. വേറാസ് ക്യാഷ് ബുക്ക് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, ബിസിനസ്മാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അവരുടെ ട്രാൻസാക്ഷൻസിൻ്റെ അക്കോർഡിംഗ്ലി അവരത് എൻട്രി ചെയ്യും. അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും പാസ്ബുക്കും ക്യാഷ് ബുക്കും. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ച് വരുമ്പോഴാണ് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നത്. അഥവാ ക്യാഷ് ബുക്കും പാസ്ബുക്കും ഈ സെയിമാണ് കാണിക്കുന്നത്, ഒരു ഡിഫറൻസും ഇല്ല. എന്താണ് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത് അതുതന്നെയാണ് പാസ്ബുക്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നോ വറീസ്. ദാറ്റ് മീൻസ് അത് ഓക്കെയാണ് അല്ലേ. പക്ഷേ അഥവാ അവിടെ ഒരു മിസ്മാച്ച് വരാണ്, അവിടെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ, എൻട്രീസ് മിസ്മാച്ച് വരാണ്, മിസ്സിങ് വരാണ്. അപ്പോഴാണ് നമുക്ക് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം വരുന്നത്. അപ്പോൾ എന്താണ് ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അവർ അവിടെ മിസ്മാച്ച് കാണാണ്, ഡിസഗ്രി കാണാണ്. അങ്ങനെ വരുമ്പോൾ അവർ നോക്കും ഏതൊക്കെ എൻട്രീസാണ് എഗ്രി ചെയ്യാണ്ട് വരുന്നത്. അതായത് ചിലപ്പോൾ പാസ്ബുക്കിൽ അവർ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും, ക്യാഷ് ബുക്കിൽ അത് കാണുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും, പാസ്ബുക്കിൽ അത് കാണുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പാസ്ബുക്കിൽ അത് ഡെബിറ്റായിട്ട് കാണിക്കേണ്ടായിരിക്കും, ക്യാഷ് ബുക്കിലും അത് ഡെബിറ്റായിട്ടും കാണിക്കേണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മിസ്മാച്ചോ ഡിസഗ്രിമെൻറ്റോ എന്തെങ്കിലും വരുമ്പോൾ ആ ഡിസഗ്രി വന്നത്, അതായത് മിസ്മാച്ചായിട്ട് വന്ന ഏതൊക്കെ എൻട്രീസാണ് അതവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ചെയ്ത് വയ്ക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അതിൻ്റെ ബേസിലാണ് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യണതും അതിൻ്റെ എൻട്രീസ് നമ്മൾ പിന്നെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സാക്റ്റ് എൻട്രി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കണ്ടുപിടിക്കണത്. ഇത് യൂഷ്വലി ചെയ്യുന്നത് ആരായിരിക്കും? ബിസിനസ്മാൻ ആയിരിക്കും. കാരണം ക്യാഷ് ബുക്കും ബിസിനസ്മാൻ്റെ കയ്യിലുണ്ടായിരിക്കും, പാസ്ബുക്കും ബിസിനസ്മാൻ്റെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് രണ്ടും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ എന്താണ് മിസ്മാച്ച് വരുന്നത്, ഡിസഗ്രി വരുന്നത്, അത് അവർക്ക് അത് നോട്ട് ചെയ്യാം. അതിൻ്റെ അക്കോർഡിംഗ്ലി അവർക്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യാം. ഇത് എന്തിനാണ്? അപ്പോൾ ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഇതെന്തിനാണ് അവർ പ്രിപ്പയർ ചെയ്യണത്? ഇത് പ്രിപ്പയർ ചെയ്യണത് അവരുടെ അക്കൗണ്ട്സിൽ, അതായത് പാസ്ബുക്കിലും ക്യാഷ് ബുക്കിലും എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസിൻ്റെ റീസൺ കണ്ടുപിടിക്കാനും അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് രണ്ട് അക്കൗണ്ട്സും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർ പ്രിപ്പയർ ചെയ്യണത്. ഓക്കെ, ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് പിന്നെ നമ്മളതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എന്ത് കാരണം കൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. അത് ആവാം
ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ പേയ്മെൻറ്റിന് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ എന്ത് വരും? ഒരു ഡിഫറൻസ്, ഒരു ഡിസഗ്രിമെൻറ്റ് വരും. ചെക്ക് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്ക്. പൈസ കൊടുത്തു, ചെക്ക് പേ ചെയ്തു, പക്ഷേ അത് ബാങ്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് എക്സെട്ര ക്രെഡിറ്റഡ് ഇൻ ദി ബാങ്കേഴ്സ് ബുക്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഇൻട്രസ്റ്റ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ക്യാഷ് ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ടാവില്ല. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. ബാങ്ക് ചാർജ് ചെയ്തത് ബാങ്ക് അത് ഡെബിറ്റ് ചെയ്യും, പക്ഷേ ആ എൻട്രി ചിലപ്പോൾ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവില്ല. പിന്നെ പറയുന്നത് ചെക്ക് ക്രെഡിറ്റഡ് ബട്ട് ഡിസോണേർഡ്. ചെക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അത് എന്തായി? ഡിസോണറായി. അപ്പോൾ ഡിസോണർ ആയി കഴിയുമ്പോൾ അതിൻ്റെ എൻട്രി കാണിക്കണം. ആ ഡിസോണറിൻ്റെ എൻട്രി കാണിക്കാത്ത പക്ഷം എന്ത് വരും? അവിടെ ഒരു ഡിസഗ്രിമെൻറ്റ് വരും. ഡയറക്റ്റ് പേയ്മെൻറ്റ് ഇൻ ടു ദി ബാങ്ക് ബൈ ട്രേഡേഴ്സ് കസ്റ്റമർ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡറിൻ്റെ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡയറക്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻട്രി മിസ്സായിട്ടുണ്ടായിരിക്കാം. പിന്നെ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമർ നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ചിലപ്പോൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ല പ്രൊവൈഡ് ചെയ്ത സർവീസിന് അവർ പേയ്മെൻറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് അവർ കൊടുത്തത് അവർ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും ബാങ്ക് പാസ്ബുക്കിൽ, പക്ഷേ ക്യാഷ് ബുക്കിൽ അത് എൻട്രി വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? അവിടെ ഒരു ഡിസഗ്രിമെൻറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഡിസോണർ ഓഫ് എ ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദി ബാങ്ക്. നമുക്കറിയാം, ബാങ്കിലേക്ക് എന്തെങ്കിലും ബിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലേ? ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് അത് മുമ്പ് തന്നെ എടുക്കാം. അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത ബിൽ ഡിസോണർ ആയി കഴിയുമ്പോൾ വരുന്ന മിസ്മാച്ച്, അതിൻ്റെ കാരണം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റീസൺ പറയണത്, കോസസ് പറയണത്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് മിസ്മാച്ച് ആവുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് അക്കൗണ്ട്സ്. ഏതൊക്കെ അക്കൗണ്ട്സാണ്? ക്യാഷ് ബുക്കും പാസ്ബുക്കും മിസ്മാച്ച് ആവണ കാരണം ഇതൊക്കെയാണ് കോസസ് എന്ന് പറയണത്. ഓക്കെ, ഇനി ഇത് എൻട്രി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു ഓപ്പണിംഗ് എടുക്കണം, ക്യാഷ് ബുക്കോ പാസ്ബുക്കോ. എന്നിട്ട് എന്താണ് മിസ്സായിക്കണത്, അതിൻ്റെ അക്കോർഡിംഗ്ലി ആ ബാലൻസിലേക്ക് ആഡോ ലെസ്സോ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ബാങ്ക് ചാർജസ് പറയുന്നത് ബാങ്ക് ചാർജ് ചെയ്യുന്നതാണ്, അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അത് ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ക്യാഷ് ബുക്കിലും അതിൻ്റെ എൻട്രി വരണം. അഥവാ അത് വന്നിട്ടില്ലെങ്കിൽ അതെന്താണ് ഉണ്ടാവുക? അവിടെ ഒരു മിസ്മാച്ച് വരും. അപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യണം? അവരുടെ ക്യാഷ് ബുക്കിൻ്റെ ബേസിലാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് കാണിക്കണം? അത് ലെസ്സായിട്ട് നമുക്ക് കാണിക്കണം. കാരണം അവരുടെ ക്യാഷ് ബുക്കിന് അത് പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അവിടെ ലെസ് ഐറ്റമിൽ അത് ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. അപ്പോൾ എന്ത് ചെയ്തു? ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് അത് ക്രെഡിറ്റ് ചെയ്തു, പക്ഷേ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടില്ല. അപ്പോൾ അഥവാ ഒരു പാസ്ബുക്കിൻ്റെ ബേസിൽ ഈ എൻട്രി ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇൻട്രസ്റ്റ് പറഞ്ഞ എൻട്രി അവിടെ ലെസ് ചെയ്യും. ഇനി അഥവാ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിലാണ് അവരിത് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് പറഞ്ഞത് എന്ത് ചെയ്യും? അവിടെ അവർ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഏത് എൻട്രിയാണ് മിസ്മാച്ച് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറൻസ് കാണിക്കുന്നത്, ആ എൻട്രീനെ നമ്മൾ ആഡോ ലെസ്സോ ചെയ്യും. അത് ചെയ്യുന്നത് ഏത് ബേസിലായിരിക്കും? നമ്മൾ ഏതാണ് ഓപ്പണിംഗ് ബാലൻസ്, ബാങ്ക് ബാലൻസ് ഏതാണ് എടുത്തിരിക്കുന്നത്? ക്യാഷ് ബുക്കിൻ്റെ ആണോ അതോ പാസ്ബുക്കിൻ്റെ ആണോ എടുത്തിരിക്കുന്നത്? അതിൻ്റെ അക്കോർഡിംഗ്ലി നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഇത് പ്ലസ്സാ ചെയ്യേണ്ടേ അതോ മൈനസാ ചെയ്യേണ്ടേ. അതായത് ഇതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, ആ അക്കൗണ്ട് ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഡാണോ ചെയ്യേണ്ടത്, ലെസ്സാണോ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്
കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.